ഫ്രണ്ട്സ് എല്ലാവർക്കും നാടൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ്ണു മറ്റക്കര. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈലാമ്പ് സ്റ്റോക്ക് ടൈലാമ്പ് നമുക്ക് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്യാം. നമുക്ക് ഒരു കുപ്പി ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് മെനക്കെടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്യാം. അപ്പം പറഞ്ഞ് ഒത്തിരി നീട്ടിക്കുന്നില്ല, വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ടൈലാമ്പ് ഇതാണ്. ഞാനിപ്പം പുതിയ ടൈലാമ്പ് മേടിച്ചേക്കുവാണ്. നമ്മുടെ വണ്ടിയിലെ സ്റ്റോക്ക് ടൈലാമ്പ് എടുത്തില്ല. കാര്യം എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോഡിഫിക്കേഷനൊക്കെ വളരെ വിഷയമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ദൂരി വെക്കാനും സാധിക്കും. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വില 592 മോഗോലിക്സ് എന്ന ഓൺലൈൻ ചാനലിൽ നിന്ന് മേടിച്ചാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പം ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്തേക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇതിനകത്ത് നമ്മുടെ ടൈലാമ്പ് മോഡിഫൈ ചെയ്യുന്നുള്ള വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ടൈലാമ്പിൽ ഇതുപോലെ 3 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ 3 സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ 3 സ്ക്രൂ അഴിച്ചെടുക്കാം. നമ്മൾ അടിക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റർ ഇതാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം 690 രൂപ വിലയാണ്. ഞാനിത് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ഇത് മേടിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഹീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ ഇതെല്ലാം അഴുക്കിയെടുക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മുടെ ടൈലാമ്പിൻ്റെ എല്ലാ സൈഡും നമ്മുടെ ഹീറ്റർ ഉപയോഗിച്ച് ഇതിനകത്ത് 3 പോയിൻ്റ് ഉണ്ട് ഹീറ്ററിന്. 1 ഓഫ്, 2 ലോയും ഹൈയും. അപ്പം ഹൈയിലിട്ട് തന്നെ നന്നായിട്ട് എല്ലാ വശവും നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കുമ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള ഗ്ലൂ അല്ലെങ്കിൽ ഗമ്മ് ഉരുകിപ്പോഴും. ഉരുക എന്നല്ല, അതിൻ്റെ പശ ചെറുതായിട്ട് വിട്ട് നിൽക്കും. അപ്പം അന്നേരം നമുക്ക് ഇത് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നൈസായിട്ട് നമ്മൾ ചൂടാക്കി 4 വശം നന്നായിട്ട് ചൂടാക്കണം. കുറച്ച് മെനക്കെടണം. നന്നായിട്ട് ചൂടാക്കി നമുക്ക് സൈഡിൽ നിന്ന് കിള്ളി ഇതെടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ പശ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ഇത് ഊരിപ്പോകുന്നതും വേറെ കുഴപ്പമൊന്നുമില്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇപ്പം നല്ല കട്ടിയുള്ള പശയാണ് കേട്ടോ. അപ്പം ഇത് ഇച്ചിരി ഊരിപ്പോരാൻ പാടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് തിരിച്ച് പിടിപ്പിക്കുമ്പോഴും വേറെ പശയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഹീറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഗമ്മ് ഉരുക്കിയെടുത്ത് നമുക്ക് ഇതഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം പശ നന്നായിട്ട് പോയിട്ടുണ്ട്, ഒന്ന് ലൂസായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറിന് തന്നെ ഇടയ്ക്കൊന്നിങ്ങനെ തെള്ളി വിടുവാണെങ്കിൽ ഈ സാധനം പതുക്കെ ഊരി പോകുന്നുള്ളൂ. അപ്പം ഊരിപ്പോരാൻ പാട് വരുമ്പോൾ ഈ പശയുടെ നിൽക്കുന്നുണ്ട്. ഈ പശയാണ് നിൽക്കുന്നത്. ഈ പശ ചെറുതായിട്ട് ചൂടാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഉരുക്കി നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഉരുക്കി പതുക്കെ കുറച്ച് ക്ഷമ വേണം. നന്നായിട്ട് ഉരുക്കി നമുക്ക് ഈ ഗ്ലാസ് ഫുള്ളായിട്ട് ഊരിയെടുക്കേണ്ടതാണ്. പശ വിട്ടു പോകാത്ത ഭാഗങ്ങളിൽ ചെറുതായിട്ട് നമ്മുടെ ഹീറ്റർ ഉപയോഗിച്ച് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് നൈസായിട്ട് നമുക്കത് ഊരിയെടുക്കാൻ സാധിക്കും. കുറച്ച് മെനക്കെടേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈന്, നിങ്ങളുടെ താല്പര്യമുള്ള ഡിസൈന് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്ന ഡിസൈൻ ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിനെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ താല്പര്യമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ഇത്തരം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന മാസ്കിൻ ടേപ്പാണ്. ഈ പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മാസ്കിൻ ടേപ്പ് മേടിച്ച് കട്ട് ചെയ്ത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ 3 റിവേഴ്സ്, ഇൻഡിക്കേറ്റർ ആൻഡ് ബ്രേക്ക് ലൈറ്റിൻ്റെ 3 ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ആംഗിൾ, നല്ല ഷേപ്പ്, നല്ല ആംഗിൾ നമ്മൾ ഇതേപോലെ പശ ഈ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് ഫുള്ള് പെയിൻറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഡിസൈൻ ഇതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലും, അതായത് നമ്മുടെ ടൈലാമ്പിൻ്റെ സൈഡിലും ഞാനൊരു 4 പീസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ ഭംഗി വരാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, രസം വരത്തില്ല. അതുകൊണ്ട് സൈഡിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഗ്ലാസ്സുള്ള വെളിഭാഗത്ത് വരുന്ന ഭാഗം മുഴുവൻ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് മറിക്കുന്നതെന്നായിരിക്കും. അല്ലെങ്കിൽ അവിടെ പെയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ആ കവർ പൊളിച്ച്, പുതിയ ഗ്ലാസ് ആയതുകൊണ്ട് കവർ പൊളിച്ച് കളയാതെ ബാക്കി ഭാഗത്ത് ഞാൻ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുകയാണ്. മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ്. ഏകദേശം 150 രൂപയാണ് 400 ഗ്രാമിന് വരുന്നത്. ഇപ്പോൾ ഏകദേശം 2-3 കോട്ടോളം നമ്മൾ പെയിൻറ്റ് നമ്മുടെ ഇതിൽ അടിക്കുന്നുണ്ട്. പെയിൻറ്റ് അടിക്കുന്നത് കാണിക്കുന്നില്ല. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാനിപ്പം 2 കോട്ടാണ് അടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് 3 കോട്ട് വരെ അടിക്കാം. 2 ഗ്ലാസ്സിലും 3 കോട്ട് വരെ അടിക്കുക. നല്ല വൃത്തിയായിട്ട് തന്നെ അടിക്കുക. ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് മാസ്കിൻ ടേപ്പ് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. മാസ്കിൻ ടേപ്പ് വളരെ ശ്രദ്ധിച്ച് തന്നെ ഊരിയെടുക്കുക. നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കുന്നത് പെയിൻറ്റ് വേറെ വെളിയിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങോട്ട് പറ്റാതെ, പുതിയ നമ്മൾ പെയിൻറ്റ് അടിക്കാത്ത ഭാഗത്ത് പറ്റാതെ മാക്സിമം ശ്രദ്ധിക്കണം. ഇനി പറ്റിയിട്ടുണ്ടെങ്കിൽ ചില ടർപ്പനൊക്കെ നമ്മൾ തൂത്ത് കളഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് വളരെ സൂക്ഷിച്ച് നമ്മുടെ ഈ മാസ്കിൻ ടേപ്പ് ഊരിയെടുക്കാം.
അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും തിരിച്ചു പിടിപ്പിക്കാം. തിരിച്ചു പിടിപ്പിക്കാൻ വേണ്ടി ഇനി വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ഇത്ര തന്നെ നല്ല പശ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് നമ്മുടെ ഹീറ്റർ ഉപയോഗിച്ച് ചൂടാക്കി കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ പശ ഉരുകി വന്നോളും. പശ ഉരുകി വന്നിട്ട് നന്നായിട്ട് നമ്മൾ നമ്മുടെ ഗ്ലാസ്സിൽ നമ്മുടെ ടെയിലാമ്പയിലും പശ നന്നായിട്ട് ഉരുക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കി ഒന്ന് റൗണ്ട് ചെയ്ത് ഫുള്ള് ഉരുക്കിയിട്ട് നമ്മൾ നേരെ ഗ്ലാസ് എടുത്ത് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഗമ്മുള്ള പശയാണ്. ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചതിന് ശേഷം അരാൾഡായിട്ട് പശ നമുക്ക് വെളിയിൽ മേടിക്കാൻ കിട്ടും. ഷോപ്പിൽ നമ്മുടെ ഓട്ടോമൊബൈൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് 2 കോമ്പൗണ്ടാണ്, 2 കോമ്പൗണ്ട് കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ സൈഡിൽ കൂടെ തേക്കുവാണെങ്കിൽ അതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഗ്ലാസ് കൊട്ടുന്ന നമ്മുടെ പശയാണ്. അപ്പം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് വെള്ളം കയറുന്നില്ല, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ പശ തന്നെ മതി, നല്ല പശയുള്ള പശയാണ്, അതുകൊണ്ട് ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് നമ്മുടെ സ്റ്റോക്ക് ടൈലാമ്പ് നിസ്സാരമായിട്ട് കുറച്ച് മെനക്കെട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നോട്ടിഫിക്കേഷൻ അയക്കുന്ന ബെല്ലിൽ അമർത്തുവാണെങ്കിൽ പുതിയ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ടിൽ ദെൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ദിസ് ഇസ് ജിഷ്ണു മുറ്റക്കര സൈനിങ് ഓഫ്.